തടാകത്തിന്റെ കാഴ്ചകൾ ഇത്രമാത്രം മനോഹരമാണ് സുഹൃത്തുക്കളെ നമസ്കാരം. കോൾസായി നാഷണൽ പാർക്കിലെ രണ്ടാമത്തെ തടാകത്തിലെ യാത്രയിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടും കാറ്റാണ് കേട്ടോ വീശുന്നത്. മനോഹരമായ ഒരു സ്ഥലം കേട്ടോ. ടിയാൻഷൻ മൗണ്ടൈൻ്റെ മുത്തെന്നാണ് കേട്ടോ കോൾസായി തടാകത്തിന്റെ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. 3 തടാകങ്ങളെ മുത്തുകൾ, രത്നങ്ങൾ എന്നാണ് കേട്ടോ പറയുന്നത്. കിർഗിസ്ഥാനൊക്കെ ബോർഡർ വരുന്ന പർവ്വത പ്രദേശങ്ങളാണ് കേട്ടോ. താഴ്ന്ന പർവ്വതങ്ങൾക്ക് പച്ചപ്പ് ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഈ നാഷണൽ പാർക്കിനകത്തോടെ നടക്കുവാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. ആദ്യത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. യാത്രകൾ തുടർന്ന് കാണുക കേട്ടോ. നിങ്ങൾക്കും ഭാവിയിൽ വരാൻ പറ്റുന്ന, കൂട്ടുകാരോടൊപ്പം വരാൻ പറ്റുന്ന മനോഹരമായ സ്ഥലങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. അപ്പോൾ യാത്രകൾ തുടരുകയാണ്. പാമ്പുകളുണ്ട്. സാധാരണ തണുത്ത ഭാഗത്ത് പാമ്പുകൾ കാണാറില്ല. എനിക്കൊന്ന് വെയിലടിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വരുന്ന വഴിയിലൊക്കെ ഞാൻ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. 2-3 പാമ്പിനെ കണ്ടു. അപ്പോൾ അതൊന്ന് പേടിക്കണം. ഇത് കണ്ടോ, ഇവിടെ വഴിയിലൊക്കെ എഴുതി നോക്കിയാൽ ആനിമൽസ് ഉണ്ടെന്ന് കേട്ടോ. കരടി, മഞ്ഞുപുലികൾ, അങ്ങനെയുള്ള ആനിമൽസിന്റെ കൂടെ കുറെ പക്ഷികൾ, ആടുകൾ, പിന്നെ കാട്ടുപന്നി, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കുറുക്കൻ, അങ്ങനെ കുറെ ആനിമൽസ് ഉള്ള ഒരു നാഷണൽ പാർക്കിന്റെ ഒരു ചിഹ്നം കേട്ടോ. എന്തൊക്കെ കടിക്കുന്നുണ്ട്, എന്ത് പ്രാണി. 8.5 മണിക്കൂറായിട്ടോ ഇപ്പം നടക്കുന്നേ. അയ്യോ, ഇനിയും എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ തടാകത്തിൽ കാട്ടിൻ്റെ അകത്തേ ഉള്ളൂ. കാട്ടിൻ്റെ അകത്തുണ്ട് അത്രേ. സംസാരിക്കാൻ പറ്റുന്നില്ല. സമയം എത്ര? 4 മണിയായി കേട്ടോ. 5 മണിക്കെങ്കിൽ തടാകത്തിനടുത്ത് എത്തിയാൽ എനിക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റൂ. ഐസൊലേറ്റഡ് ലൊക്കേഷൻ കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സഞ്ചാരികളെയും കാണാത്ത ഒരു ട്രയൽസിലൂടെ ട്രക്ക് ചെയ്യുന്നത് കേട്ടോ. എനിക്കൊന്നും ഈ സമയത്ത് ആരും ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. കുതിരപ്പുറത്തേക്കായിരിക്കും ആൾക്കാർ വരുന്നത്. ഫേസ് കണ്ടോ, എല്ലാം പോയി കേട്ടോ. ഇതൊക്കെ സ്വാഭാവികം കേട്ടോ. ഒന്ന് ആ തടാകത്തിലെത്തിയാൽ വെള്ളത്തിൽ നിന്ന് മുഖം കഴുകുക, ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. ഉള്ളിലത്തെ കുപ്പായം മാറ്റണം. എന്തായാലും സാറില്ല കേട്ടോ. ഒരു ചെറിയൊരു ബഡ്ജറ്റ് യാത്രയാകുമ്പം ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുന്ന മാത്രം കേട്ടോ. ബാക്കിലെ ബോർഡ് കണ്ടോ, നോ വാക്കിംഗ് ഡേഞ്ചർ സോൺ. ഓഹോ, കുറേ റെസ്ട്രിക്ഷൻ്റെ, കുറേ അപകട സാധ്യതയുള്ള ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ വഴിയിൽ. എനിക്കൊന്ന് ഗൈഡുള്ള യാത്ര കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഗൈഡിനെ വെച്ച് പോകാൻ വേണ്ടിയായിരിക്കും. അപകടം പിടിച്ച സ്ഥലം തന്നെ കേട്ടോ. വലിയൊരു ഹൂജ് ഫോറസ്റ്റ് അല്ലേ, 2 രാജ്യത്തിൻ്റെ ബോർഡർ വരുന്ന വലിയ ഫോറസ്റ്റ് അല്ലേ, നാഷണൽ പാർക്കല്ലേ. വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ടാ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അഹങ്കാരം കൊണ്ട് പോകുന്നതല്ല. 50,000 കൊടുത്ത് ഗൈഡിനെ വെച്ച് പോകാനുള്ള സാഹചര്യം എൻ്റെ അടുത്തില്ല. ആ പൈസനെ അടുത്ത രാജ്യത്തേക്ക് പോകാം കേട്ടോ. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല കേട്ടോ, ഗൈഡില്ലാത്തൊന്നും. അവിടെ എനിക്ക് പ്രശ്നവുമില്ല. പക്ഷെ ഇതൊന്നും എന്തെങ്കിലും വഴിയിൽ അപകടം പറ്റാൽ ഇവിടെ മരിച്ചു പോകുന്നല്ലാതെ വേറൊരു പ്രശ്നവുമില്ല കേട്ടോ ഗവൺമെൻറ്റിന്. അങ്ങനൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അഞ്ച് മണിയാവാനായി കേട്ടോ. ഇരുട്ടായ ഞാൻ പെടും. ഇനി നമുക്കൊരു ആപ്പിൾ കഴിച്ചിട്ടാവും മുന്നോട്ടുള്ള യാത്ര. ബോർഡ് കണ്ടോ, 1500 മീറ്റർ കൂടി ഉണ്ട് ഇനി അവിടെ എത്താൻ വേണ്ടി നമുക്ക് കേട്ടോ. ഫ്ലാസ്കിലെ വെള്ളം ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല. എൻ്റെ കൈയും മുഖമൊക്കെ കട്ട പിടിച്ചു കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു നോർമൽ ട്രിപ്പ് ആകുമ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ജീവിതത്തിലൊന്നും മറക്കാനാവാത്ത അനുഭവങ്ങളും ഒരു ധൈര്യം നമുക്ക് കിട്ടും കേട്ടോ. ഒരു ജീവിതം ഈ ഭൂമിയിലുള്ളൂ, എപ്പം പറയുന്ന പോലെ. വിഷം ഒട്ടിയിട്ട് ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്. എന്താ മധുരം. സുഹൃത്തുക്കളെ, അങ്ങനെ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു കേട്ടോ. എൻ്റെ ദൈവമേ, ഐസ് മൂടിയിട്ടുണ്ടായ തടാകമാണ്. ഇപ്പം ഐസൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മീനിൻ്റെ ഒക്കെ സ്മെല്ല് കേട്ടോ. മീൻ ചത്തുപോയ മണമൊക്കെ ഉണ്ട് ഇവിടെ. ഒരു കടലിൻ്റെ ഒക്കെ ഒരു മണം കിട്ടുന്ന പോലെ. ഇതാണ് കേട്ടോ മിഡിൽ തടാകം, കോൾസായി തടാകത്തിലെ 2ാമത്തെ തടാകം കേട്ടോ. താറാവൊക്കെ ഉണ്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്ത്. ദൈവമേ, ആനിമൽസ് ഒക്കെ ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ ഇത്. ഒന്നും എനിക്കറിയില്ല എന്താവോ.
അയ്യോ ഈ തടാകം നോക്കിയേ, മഞ്ഞു പർവ്വതങ്ങളും പൈൻ കാടുകളൊക്കെ ആയിട്ട് എന്ത് സുന്ദരായിരിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യവാസം ഒന്നും കാണുന്നില്ല. അങ്ങ് ദൂരെ കണ്ടോ എന്തോ ബോർഡ് കാര്യങ്ങളുണ്ട്, ആരോ എന്തൊക്കെയോ പണിത് വെച്ചതിൻ്റെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. പോയി നോക്കാം അങ്ങോട്ട് പോയിട്ട്. എന്തായാലും സമയം 5:30 ആയിട്ട് ഇനി വേഗം ക്യാമ്പിങ്ങിലേക്ക് പോകണം, ഇല്ലെങ്കിൽ എനിക്ക് പേടിയെ തുടങ്ങും. കാരണം ആദ്യമായിട്ടാണ് കേട്ടോ ഒരു നാഷണൽ പാർക്കിനകത്ത് തനിച്ച് വരുന്നത് പറഞ്ഞാൽ ആൾക്കാരെ കാണാത്തൊരു ട്രെക്കിങ് കേട്ടോ. അതുകൊണ്ടൊരു വിഷമം, വേറൊന്നുമില്ല. നോക്കാം എന്തായാലും. അങ്ങനെ നമ്മുടെ ദൗത്യം ചെയ്യാൻ പോവുകയാണ് ഇനി, ക്യാമ്പിങ്. നോക്കാം. സമയം നല്ല ലേറ്റായി കേട്ടോ. ഇവിടെ മരക്കൂട്ടകളുണ്ട്, മരം വെട്ടാൻ പാടാന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മരം മുറിച്ച ഫൈനാണ്. ഇവിടെ ഒരു മരക്കൂട്ട കാണുന്നുണ്ട്, അത് മൊത്തം ഞാൻ തീടാൻ വിചാരിക്കുന്നത്. ആർമിക്കാരൊക്കെ ലേക്ക് 3 ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള ലേക്ക് 3യിലാണ് അടുത്ത ആൾക്കാരുള്ളത്, ആർമിക്കാരുള്ളത്. പിന്നെ ഉള്ളത് താഴെ ഞാൻ വന്ന ആദ്യത്തെ തടാകത്തിൽ മാത്രമേ ജനങ്ങളുള്ളൂ കേട്ടോ. അതായത് 10 കിലോമീറ്റർ താഴോട്ടും 10 കിലോമീറ്റർ മേലോട്ടും ആയിട്ട് ആൾക്കാരില്ല. നടുക്കാണ് ഞാനുള്ളത് കേട്ടോ. വേറെ ഒരു സഞ്ചാരികളെയും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന്. എനിക്ക് തോന്നുന്നു സമ്മറിലായിരിക്കും കേട്ടോ ഇവിടെ ആൾക്കാർ വരുക. ഇപ്പോഴും മഞ്ഞുണ്ട് അത്ര അല്ലേ, അതുകൊണ്ടായിരിക്കും. നമുക്ക് നോക്കാം. അയ്യോ തണുത്തോടി തണുപ്പാണ്, കഴിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഏരിയത്തൊന്നും. കുടിവെള്ളം ശേഖരിക്കണം ഇനി. ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ ഒരു ഐഡിയ ഇല്ല കേട്ടോ എനിക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്കതിനെ മുകളിൽ കയറിയിട്ട് എടുക്കാം. അറ്റത്ത് പോവാ. എൻ്റെ അമ്മേൻ്റെ കാലൊക്കെ പരുവ കേട്ടാ. നല്ല വെള്ളമാണോ ഇത്? ചൂടാക്കിയിട്ട് കുടിക്കാൻ വിചാരിക്കുന്നല്ലേ. എൻ്റെ അമ്മ എന്തോ ഒരു സ്ഥലം കേട്ടോ, വിദൂരമായൊരു സ്ഥലം. കണ്ടിട്ട് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അഴുക്കുണ്ടോ? പായലൊക്കെ ഉണ്ട് കേട്ടോ, അതാ പ്രശ്നം. ഇല്ലെങ്കിൽ എടുക്കായിരുന്നു. വേറെ ഇവർ കളക്ട് ചെയ്യുക, തൽക്കാലം എടുക്കുക. വരാത്ത ടെൻ്റ് അടിച്ചടുത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി വന്നപ്പോൾ നല്ല വെള്ള സ്രോതസ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പുഴ പോലെ ഒഴുകി പോകുന്ന എടുത്തു കേട്ടോ. നല്ല വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചു പോകണം. സമയം കുറേ കിട്ടായി കേട്ടോ. ചെറിയ പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കാം. നല്ല ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്താ മുട്ട ചൂടാകുന്നു. 3 മുട്ടയും ബർഗറും പിന്നെ പഴവും കഴിക്കാനിട്ട് സാധനങ്ങളൊക്കെ ഇല്ല. എൻ്റെ ഫുഡ് ഐറ്റംസ് കുറച്ച് ദൂരെ കൊണ്ടുപോകണം, ഒളിപ്പിച്ച് വെക്കണം. കാരണം കരടിയുള്ള സ്ഥലങ്ങളല്ലേ. തീ ഇട്ടിട്ടുണ്ട്. വലിയൊരു കുട്ടയാണ് ഇവിടെ കണ്ടത്. രാവിലെ നാഷണൽ പാർക്കിൻ്റെ അധികൃതർ വന്ന ഫൈൻ അടിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇങ്ങനെ മരം മുറിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായതാട്ടോ, ഉണ്ടായ മരമാണ് എടുത്തത്. നോക്കാം, ഇല്ലെങ്കിൽ അപകടമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവർ പെർമിഷൻ തന്നു ഇങ്ങോട്ടേക്ക്. പിന്നെ തീ വേണ്ട, നമുക്കിത് പിടിക്കൂലേ. എന്നാ കത്തട്ടെ, തീ കത്തട്ടെ. വിഷമം തുടങ്ങി കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ആനിമൽ ഉണ്ടെങ്കിൽ ടെന്റിനകത്ത് തന്നെ കറക്റ്റ് കാണും കേട്ടോ. രാവിലെ കൊണ്ടുവന്ന ബ്രെഡാണ്. ഇതൊക്കെ വേഗം തിന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ മണം അടിക്കും കേട്ടോ. ഭാഗത്ത് തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടൊന്ന് മൊത്തം കത്തിന് രക്ഷപ്പെട്ടു കേട്ടോ. മുട്ടയുണ്ട് 3 എണ്ണം, ബർഗർ ഉണ്ട്. ഇന്ന് യാത്രക്കുള്ളിൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആനിമൽസ് ഉറപ്പാട്ടോ നാഷണൽ പാർക്കിനാർക്ക്.
ആനിമൽസ് എന്തെങ്കിലും ഉറപ്പാണ് ഈ നാഷണൽ പാർക്കിനകത്ത്. കാരണം അത്രയും വലിയ നാഷണൽ പാർക്കല്ലേ. ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് അങ്ങനെ വരില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. തീയൊക്കെ കിടന്നു നോക്കാം, എന്തായാലും ആട്ടെ. മുട്ടത്തോളം കൂടി ഇടാൻ പാടില്ല ഈ ഭാഗത്ത് കടി. ഇതാണ്ടോ ഓയില് കട്ട പിടിച്ചിട്ട് വെള്ളത്തിലിട്ട് ചൂട് വെള്ളത്തിൽ മുട്ടേനും വേണം വരുന്നുണ്ട് നല്ല പോലെ. ഇങ്ങനെയൊക്കെയാണ് ക്യാമ്പിങ് ജീവിതം ഉണ്ടാവുക കേട്ടോ. ഇതൊക്കെ എക്സ്ട്രീം ക്യാമ്പിങ് ആട്ടോ, ഹെവി ആണെന്ന് പറയും. ഇതൊക്കെ ഈ ലോകത്തിൽ നിന്ന് ആൾക്കാർ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു ക്യാമ്പിങ് ആണ് കേട്ടോ സോളോ നാഷണൽ പാർക്ക് ക്യാമ്പിങ് ഒക്കെ പറയുന്നത്. ഞാൻ പൊതുവെ മഞ്ഞ കഴിക്കാറില്ല മുട്ടേൻ്റെ. തീ ആ കുട്ട കത്തിനെ രക്ഷപ്പെട്ടു കേട്ടാ. സമാധാനം ഉണ്ട്, കാരണം ടെൻറ്റിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ നേരെ കാണാൻ പറ്റും തീ കത്തുന്നതിൻ്റെ. ഒന്നും വിചാരിക്കില്ല കേട്ടാ ഇങ്ങനത്തെ ജീവിതമൊക്കെ കണ്ടിട്ട്. അത്ര അപകടമാണെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്കൊരു യാത്ര ചെയ്യണം കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൻ്റെ ഇതുകൊണ്ടാണ്. ഇതാകുമ്പോൾ കാര്യം നടക്കും, പക്ഷെ പേടിച്ചോട് നിൽക്കേണ്ടി വരും. എന്തായാലും തീ ഒന്ന് കത്തട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ടെൻറ്റിനകത്ത് കയറാം. ഒരു 4 മണിയാകുമ്പോൾ എണീക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുഡാക്കണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ തൽക്കാലം ടെൻറ്റിനകത്ത് കയറി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ കുട്ട വലിയ പീസായതുകൊണ്ട് അങ്ങനെ കത്തുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ അടിയിൽ പൊളിക്കൊക്കെ കൊണ്ടുവന്ന് വാരിയിട്ട് മെല്ലെ കത്തുന്നുണ്ട്. ആ കുട്ട ഉണ്ട്, അത് മൊത്തം കത്തി കിട്ടിയാലും പേടിക്കാമല്ലോ. 4-5 മണിക്കൂർ അതാർന്ന് ഇങ്ങനെ കത്തും കേട്ടോ. നോക്കാം. എൻ്റെ അമ്മ നല്ല തണുപ്പൊന്നും തുടങ്ങി കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനെന്താ ടെൻറ്റിനടുത്താണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ചൂടുവെള്ളമാക്കി വെച്ചു, കുറച്ച് സാധനം തീ ഭാഗത്ത് വെച്ചു. എൻ്റെ കുക്ക് ചെയ്ത പാത്രമൊക്കെ ദൂരെ കൊണ്ടുവച്ചു കേട്ടോ. ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ ദൂരെ കൊണ്ടുവച്ചിട്ടുണ്ട് മരത്തിൻ്റെ സൈഡിൽ. കാരണം ഒന്ന് പേടിക്കണം, ആനിമൽസൊക്കെ വന്നെന്താ ചെയ്യുക, കത്തിപ്പിടിക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ടെൻറ്റിനകത്തേക്ക് കയറാം. കുറച്ച് സമയം രാത്രി 10 മണിയാകുമ്പോൾ പോവാം കേട്ടോ. തീ പെട്ടെന്ന് ഭയങ്കര കത്തി തുടങ്ങിയോണ്ട് ഒരു സന്തോഷമായി എനിക്ക് ഭയങ്കര. എനിക്ക് ടെൻറ്റിനുള്ളിൽ നിന്ന് സൂം ചെയ്തിട്ട് അവിടെ കാണിക്കുന്ന തീന നീ കാണുന്നുണ്ടോ അറിയില്ല. തടാകത്തിൻ്റെ അകത്തുനിന്ന് താറാവ് തോന്നുന്നു കരയുന്ന കേട്ടോ. ഒരു താറാവ് ഉണ്ട്, എന്തോ വ്യത്യസ്തമായിട്ടൊരു താറാവ്. അയ്യോ, രാവിലെ 5 മണിക്കാട്ടോ ഞാൻ എണീച്ച. ഇപ്പോൾ സമയം 7 മണിയാവാൻ പോവുകയാണ്. രാവിലെ എണീച്ചതിൻ്റെ പാത്രം കൈക്ക് വെച്ച് സ്റ്റൗ ചെറുങ്ങനൊന്ന് റിപ്പയർ ചെയ്തു. എനിക്ക് നാഷണൽ പാർക്കിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക, ഞാൻ കാണിച്ചുതരാം. ഇതുണ്ട് ടോയ്ലറ്റ് ആട്ടോ. ഇന്ത്യൻ നാഷണൽ പാർക്കിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനൊരു സൗകര്യം കണ്ടില്ല എല്ലായിടത്തും. അതായത് നമ്മളെ കഴുകാനൊന്നും പറ്റില്ല, ഇവിടെ ടിഷ്യൂ ആണ് കേട്ടോ ആൾക്കാർ ഉപയോഗിക്കുക. അതിൻ്റെ അകത്തുനിന്ന് ടിഷ്യൂ ഇടുകയാണ് ചെയ്യുക കേട്ടോ. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, എനിക്ക് വെള്ളം ഇല്ലാണ്ടാവില്ല. ഒന്നും എടുക്കുക തണുപ്പാട്ടോ, ഐസ് പോലത്തെ വെള്ളമാണ്. ഇവിടെ ബോർഡൊക്കെ കണ്ടോ, നാഷണൽ പാർക്കിൻ്റെ അധികൃതർ വെച്ച ബോർഡും കാര്യങ്ങളൊക്കെയാണ്. മരം വെട്ടരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങ് ദൂരെ എൻ്റെ ടെൻ്റൊക്കെ ഉള്ളത് കണ്ടോ. ആ ഒരു ഭാഗത്ത് എൻ്റെ ടെൻ്റുള്ളത് കാണുന്നുണ്ടോ അറിയില്ല, ഇവിടുന്ന് കാണുന്നില്ല കേട്ടോ. ഇത്രയും ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ് ഞാൻ ടെൻറ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം പോലും ഈ ഭൂപ്രദേശത്ത് നിലവിലില്ല കേട്ടോ. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞാലായിരിക്കും അതോ സഞ്ചാരികൾ വരുന്നുണ്ടെങ്കിൽ എത്തുക. കാരണം അവിടുന്ന് രാവിലെ ഇറങ്ങിയാൽ മാത്രം ഇവിടെ എത്തുക കേട്ടോ. അത് 8 മണിക്കൂർ നമുക്ക് നടക്കണം. ഇത്തോടെ വേഗമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 6 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും കേട്ടോ. എനിക്ക് ഏകദേശം 10 മണിക്കൂറിനടുത്ത് വേണ്ടി ഇന്നിലൂടെ എത്താൻ വേണ്ടി. അങ്ങനെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്, സ്വർഗത്തിലെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ടോയ്ലറ്റിൽ പോയിട്ട് കുക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ സൂര്യൻ വരുന്നവരെ കാത്തിരിക്കണം കേട്ടോ. ഞാൻ സമയം ഇപ്പോൾ 8 മണിയാണ് കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ചോറിന്
മട്ടേരി വേവാൻ കുറച്ച് പണിയാട്ടാ. മട്ടേരി ഒന്നും വേവൂല. കുക്കറിലൊക്കെ ആവും കേട്ടോ ഇത്. ഞാൻ ഈ ക്യാമ്പിങ് ലൈഫിലായോണ്ടാ, പിന്നെ അത്ര ആഗ്രഹം കൊണ്ട് കൊണ്ടുവന്നല്ലേ. ഇത് കണ്ടോ, ഇത് ചിക്കനാണ് കേട്ടോ. സോസേജ് ഇല്ലേ, ചിക്കൻ ഇങ്ങനെ എന്താണ് നമ്മുടെ എന്താ പറയുക, കുപ്പി പോലെയൊക്കെ ആക്കി ഇങ്ങനെ വിൽക്കാറില്ല, ഇങ്ങനെ ഈ ഒരു പീസ് പോലെ. അത് വാങ്ങിയതാണ് ഞാൻ, ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. ഇന്നലെന്ന് പറഞ്ഞാൽ ഒരു രാവിലെ പുലർച്ചെ ഒരു 7 മണി 8 മണി സമയത്ത് വാങ്ങിയത് ഒരു കടയിൽ. അവർ പറഞ്ഞു പൊട്ടിച്ചാൽ മൊത്തം ഉപയോഗിക്കാമെന്നാണ് പറയും. നമുക്ക് നോക്കാം. ഇതാവുന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു ചിക്കൻ കറി പോലെ ആക്കുവാണ്. ഈ തക്കാളി ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വഴറ്റുന്ന സമയത്ത് ഇത് വേവിച്ചതാട്ടോ, ഓൾറെഡി വേവിച്ചതാണ് ഈ ചിക്കൻ. അതിങ്ങനെ മുറിച്ച് കഷ്ണാക്കി ഇടണം. നോക്കാം. ഇതൊക്കെ എല്ലാവരും ജീവിതമല്ല മനുഷ്യന്റെ. ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കണ്ടേ, എന്ത് പറയുന്നു. കാരണം ഇനി മുന്നോട്ട് പോകുന്നൊരു പ്രൊഫഷണൽ ക്യാബിങ് വരണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇതൊക്കെ ശീലാക്കണ്ടേ, നല്ല ഭക്ഷണം കഴിച്ച് ശീലാക്കണ്ടേ, എന്ന് പറയുന്നു. ഇത് വേവിച്ചുകൊണ്ട് നമുക്ക് അധികം എന്താണ് ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇനിയും പാത്രം കൂടി കയറിയത് എന്റെ ലഗേജ് ഇതിനെക്കാട്ടും കൂടുതലാവും കേട്ടോ. എന്തെല്ലാം വിചാരിച്ചാൽ എടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച് ആവില്ലല്ലോ, മനുഷ്യനല്ലേ. എന്റെ മട്ടേരിയേ വെളിച്ചെണ്ണ ഉണ്ടോ, കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചൂടുവെള്ളാക്കി വെക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഇതാണ് ഈ ചെറിയ പാക്കറ്റാണ്. ഇത് കീർത്തി നിർമ്മലിന്റെ റൈസും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട്. ഇത് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ 3 കിലോ 4 കിലോ ആയിട്ട് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. വെളിച്ചെണ്ണ നോക്കാം, തികഞ്ഞിട്ടില്ലേ മറ്റേ കൂടെ പൊട്ടിക്കാം. കൂടുതലായിരിക്കും, നോക്കാം. വെളിച്ചെണ്ണ വേണം. വേഗം കട്ടേ പോകണം കേട്ടോ വെളിച്ചെണ്ണ, കാരണം തണുപ്പല്ല അത്രയും കൂടെ. ചരണ്ടി എടുക്കാനേ പറ്റൂ. ചിക്കൻ കണ്ടോ, ചിക്കൻ കുറെ നാൾക്ക് ശേഷം കേട്ടോ ഇത് ചിക്കൻ ഇങ്ങനെ ചിക്കനാ വാങ്ങിച്ചാക്കുന്ന ഒരു സോസേജ്. എനിക്ക് അധികം സോസേജ് ഇഷ്ടമല്ല, പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഇട്ടാന്ന് നമുക്ക് നോക്കാം. ക്രിക്കറ്റിലേക്ക് പോകുമ്പോൾ ബോർഡർ നിന്ന് വിടുവാകുമ്പോൾ പൊടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം. നമ്മൾ ഇങ്ങനത്തെ പാത്രം ഉപയോഗിക്കുമ്പോൾ മരത്തിന്റെ തവിയൊന്നും ഉപയോഗിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസുഖം പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതിന്റെ കോട്ടിങ് പോയി കൊള്ളുന്നു. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നമ്മളെ ആക്കി വെച്ച ചോറും കറിയും കഴിക്കാം കേട്ടോ. വേഗം തണുത്തു പോകുന്നുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ. ഇതാണ്ട് ചിക്കൻ കണ്ടോ, ചിക്കൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കസാക്കിസ്ഥാനിൽ മലയാളികൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചിക്കൻ ആക്കാൻ പറ്റുന്നു കേട്ടോ. നല്ല കഷ്ടപ്പാടാണ് ഇതൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി. പക്ഷെ അധ്വാനിച്ചാൽ എന്താ അതിന്റെ ഗുണം കിട്ടുമല്ലോ, അതാണ് വലിയ കാര്യം. എന്റെ തടാകമേ, നിനക്ക് എന്നെ ഇഷ്ടമായോ? നമുക്ക് പ്രണയിച്ചാലോ? വാ. ഒന്നും പറയാനില്ല കേട്ടോ, സന്തോഷം.
സന്തോഷം മാത്രം ജീവിതത്തിൽ. കുരുമുളകിന്റെ പിടിയില്ലേ കുളിച്ചെടുക്കി. ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകണം. പാത്രം ഇവിടുന്ന് കഴുകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് നമ്മുടെ എന്താണ് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാൻ പറ്റില്ല, സോപ്പ് കൊണ്ട് കുളിക്കാൻ പറ്റില്ല, നീന്താൻ പറ്റില്ല കേട്ടോ. എല്ലാം റെസ്ട്രിക്ഷനാണ്. അതുപോലെ ഞാൻ ഇവിടുന്ന് കുളിച്ചാൽ ആരും കാണുകയും ചെയ്യില്ല. പക്ഷെ നമ്മളത് പാലിക്കണം കേട്ടോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ അത്രമാത്രം പ്രകൃതി ഇഷ്ടപ്പെടുന്ന അവിടുത്തെ നിയമങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. താഴോട്ട് ഏകദേശം 1 കിലോമീറ്റർ പോയാലാണ് എനിക്ക് പാത്രവും കാര്യങ്ങളൊക്കെ ഇനി കഴുകാൻ പറ്റൂ. അതുകൂടാതെ തന്നെ എൻ്റെ ടെന്റ് കേട്ടോ, ടെന്റൊക്കെ മടക്കി വെച്ച് തിരിച്ചിറങ്ങുകയൊക്കെ വേണം കേട്ടോ. അപ്പൊ കാണാം, നമുക്ക് ഇനി കാണാം. ഭക്ഷണമൊക്കെ കഴിച്ച് ടെന്റൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ മോശമാണ്. ഇതുവരെ ഒരു വെയിൽ വന്നിട്ടില്ല. വെയിലൊന്നും വരുന്നില്ല തോന്നുന്നു കേട്ടോ. ഇന്ന് കാർമേഘം മൂടി കിടക്കുവാണ്. കാർമേഘം മൂടുന്നു ആ പാട്ടില്ല, അത് ഓർമ്മയില്ല കേട്ടോ. ടയർഡായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. ഇനി തിരിച്ച് 8 മണിക്കൂർ താഴോട്ട് ഇറങ്ങണം. ഇന്ന് നേരെ എന്തെങ്കിലും താമസം നോക്കണം കേട്ടോ. കിടന്ന് ഉറങ്ങേണ്ടി വരും ഒന്നും കൂടി, ഇല്ലെങ്കിൽ ബോഡി ശരിയാവില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ തടാകത്തിന് വിട പറയുവാണ് കേട്ടോ. പോവാണ്.